2026 ഒരു സർക്കാർ ജോലി നേടാൻ ആഗ്രഹമുള്ളവരാണോ? അവർക്ക് വേണ്ടിയിട്ടുള്ള 5 രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ജോലി അത്യാവശ്യമാണല്ലേ? നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാതെ വേറെ ആര് പഠിക്കും? അതുകൊണ്ട് തന്നെ അടുത്ത വർഷം, അതായത് 2026 ഒരു ജോലി വാങ്ങാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അതിന് പഠിക്കേണ്ട രീതികളെക്കുറിച്ചും എങ്ങനെ മനസ്സ് തയ്യാറാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതായത് ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അതിന് സ്ഥിരമായിട്ട് പഠിക്കണം. കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത ഇല്ലെങ്കിൽ ഒരു കാര്യവും നേടാൻ കഴിയില്ല. 1-2 ദിവസം പഠിച്ചത് കൊണ്ട് മാത്രമൊന്നും ഒരിക്കലും ജോലി കിട്ടില്ല. പരീക്ഷയുടെ തലേന്ന് വരെ നന്നായിട്ട് പഠിക്കുന്ന, ഒരു മുടക്കവും വരാതെ പഠിക്കുന്ന ആൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്നതാണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ, അതായത് നല്ല സ്ഥിരതയോടെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കുക. നിങ്ങളെയും കൊണ്ട് പറ്റാവുന്ന ടൈം ടേബിൾ തയ്യാറാക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന ടൈം ടേബിൾ ആയിരിക്കും നിങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും ശരിയാവില്ല. നമ്മളുടെ സമയവും നമ്മളുടെ മൂഡൊക്കെ അനുസരിച്ചിട്ടുള്ള സമയങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് വെളുപ്പിനെയാണ് പഠിക്കാൻ താല്പര്യം, ചില ആളുകൾക്ക് വെളുപ്പിനെ എഴുന്നേൽക്കാൻ പാടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ഇപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം പറ്റില്ലെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ടൈം ടേബിൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈവനിങ് പഠിക്കുന്നതായിരിക്കും താല്പര്യം. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഈവനിങ് ആക്കുക എന്നതാണ് പ്രധാനം. ടൈം ടേബിൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ, അത് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോവുകയും വേണം. പലപ്പോഴും പഠനത്തിൽ സ്ഥിരത കിട്ടാത്തത് നമ്മളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കും അല്ലേ? വീട്ടിലെ പ്രശ്നങ്ങളോ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ബാധിച്ചിട്ട് നമ്മൾ പഠനം നിർത്തിപ്പോവാറുണ്ട്. അപ്പോൾ ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രളയം വന്നാൽ പോലും ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കും എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ കഴിയും. ഉദാഹരണമായിട്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷ, SSLC പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കത് വലിയൊരു സംഭവമായിരുന്നല്ലോ. ആ സമയത്ത് നമുക്കിനി എന്ത് വന്നാലും നമ്മൾ ആ പരീക്ഷ ഉറപ്പായിട്ടും എഴുതും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചാലും ആ പരീക്ഷ പോയി എഴുതണം എന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് അക്കാലത്തുണ്ടായിരുന്നു. അതുപോലെ PSCയും കാണണം. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കും, എന്ത് വന്നാലും ആ പരീക്ഷ ഞാൻ പോയി എഴുതും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ഒരിക്കലും മാറ്റി വയ്ക്കുകയില്ല. അടുത്തത് വേണ്ടത് ജോലി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മളിങ്ങനെ സ്വപ്നം കാണുക, ആ ഒരു കാര്യം യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിലേക്ക് എത്തുക. ഞാനൊക്കെ റാങ്ക് നേടുന്നതിന് മുമ്പ് പലപ്പോഴും സ്വപ്നം കാണുമായിരുന്നു, 1ാം റാങ്ക് കിട്ടണം എന്നൊക്കെ. ഒരിക്കലും കിട്ടും എന്നൊന്നും നമ്മൾ കരുതുന്നില്ല, പക്ഷേ ചുമ്മാ അങ്ങ് സ്വപ്നം കാണുക. അങ്ങനെ സ്വപ്നം കണ്ട് നമ്മളതായി തീരുക എന്നുള്ളതാണ്. അതിന് ആദ്യം വേണ്ടത് നമ്മളൊരു ബെസ്റ്റ് പവർഫുൾ പേഴ്സൺ ആണെന്ന് സ്വയം അങ്ങ് വിശ്വസിക്കുക. അന്ന് മുതൽ നമ്മുടെ ജീവിതം മാറി തുടങ്ങും. ബെറ്ററായിട്ട് പഠിക്കുകയും ജോലി നേടുവാനും കഴിയും. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരിക്കലും തോൽക്കില്ല എന്ന് വിശ്വസിക്കുന്നതല്ല ഒരിക്കലും കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലും എത്ര തോറ്റാലും വീണ്ടും വീണ്ടും ഞാൻ തിരിച്ചു വരും, വീണ്ടും ഞാൻ ജയിക്കും എന്നൊരു വിശ്വാസമാണ്. എനിക്ക് ചില വീഴ്ചകളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഈ പരീക്ഷ എനിക്ക് കിട്ടണം എന്നില്ല, സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ തിരിച്ചു പിടിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്വപ്നവും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. 2026 ജോലി നേടാൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കോഴ്സസ് ചെയ്യുക. കൂടുതലും നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അങ്ങനത്തെ എക്സാംസിന് പോകുമല്ലോ. അത് വളരെ ടൈറ്റായിട്ടുള്ള ഭയങ്കര വലിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ. ഒത്തിരി പേര് എഴുതുന്ന എക്സാം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്തിട്ട് PSC എഴുതുക. എന്ത് കോഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 തൊട്ട് 6 മാസം വരെയാണ് ആ കോഴ്സിൻ്റെ കാലാവധി. ആ ടൈമിൽ നിങ്ങൾക്ക് PSC കോച്ചിങ്ങിന് പോവുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഈ ഒരു സാധാരണ LDC പോലുള്ളതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ സാധ്യതയുള്ള കോഴ്സുകൾ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PSCകൾ എഴുതി കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടുന്നതാണ്. 4ാമത്തെ കാര്യം, കീപ് അപ്ഡേറ്റഡ്. അതായത് പഴയ PSC അല്ല പുതിയ PSC. പഴയ PSC ക്വസ്റ്റ്യൻസ് നേരിട്ടങ്ങ് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അവർ കറക്കി കുത്തി നമ്മളെ ഒരു പരുവാക്കും. അതായത് 100 ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 150 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം എടുക്കേണ്ടി വരും. അത്രയ്ക്ക് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലേ? ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ എല്ലാം കറക്റ്റാണെന്ന് നമുക്ക് തോന്നും. മാത്രവുമല്ല, പഴയതുപോലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്, കുറച്ചും കൂടെ അതിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാറണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് മാത്രം ഇരിക്കാതെ ആ ക്വസ്റ്റ്യൻസ് തന്നെ പുതിയ രീതിയിൽ എങ്ങനെയൊക്കെ ചോദിക്കും എന്നൊരു അറിവുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് പരമാവധി ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു 5 വർഷം ഇറങ്ങിയ ക്വസ്റ്റ്യൻസ്
മാക്സിമം വർക്കൗട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പഠിത്തമാണ് വേണ്ടത്. പഴയ രീതി എന്ന് വെച്ചാൽ റാങ്ക് ഫയൽ വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോവുക, അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലിസ്റ്റിൽ പോലും വരികയില്ല. പക്ഷേ പുതിയ രീതിയിൽ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ടോപ്പിക്സ് ചോദിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയുന്നതാണ്. അതായത് നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. 5ാമത്തെ കാര്യം, കീപ്പ് മോട്ടിവേറ്റഡ്. PSC പഠിക്കുന്ന 90% ആൾക്കാരുടെയും പ്രശ്നം മോട്ടിവേഷൻ ഇല്ലാത്തതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടാൽ പോലും 10 മിനിറ്റേ നമുക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ, പിന്നെ നമ്മൾ വീണ്ടും തദൈവയാകും അല്ലേ. അപ്പോൾ എപ്പോഴും സ്വയം മോട്ടിവേറ്റ് ആകും. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾക്ക് ലിമിറ്റുണ്ട്. ആ ഒരു മോട്ടിവേഷൻ ഒരിക്കലും നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ അല്ല. അതേസമയം മനസ്സിൽ നിന്നൊരു ഊർജ്ജം കിട്ടുകയാണെങ്കിൽ ഏത് സമയവും നമ്മൾ ഫുള്ളി, അതായത് 100% നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. ഒരു കാര്യവും പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഉദാഹരണമായിട്ട് ഒരു നോട്ട്സ് തയ്യാറാക്കുന്നു, ഒരു ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു, ഇതൊന്നും പിന്നീടെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. പിന്നീട് ചെയ്യാം അല്ലെങ്കിൽ തുടങ്ങാമെന്ന് കരുതി മാറ്റി വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും അല്ലേ. അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ മാറ്റി വെക്കുന്ന നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾ തന്നെ അത് ചെയ്തേ പറ്റുള്ളൂ. സോ എപ്പോൾ അത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നു അത് അപ്പം തന്നെ പഠിക്കുക. എപ്പോൾ നോട്ട്സ് എഴുതണമെന്ന് തീരുമാനിക്കുന്നു അത് അപ്പം തന്നെ ചെയ്യുക. നന്നായിട്ട് പഠിക്കണമെങ്കിലും നന്നായിട്ട് ജോലി വാങ്ങണമെങ്കിലും ഒക്കെ നമ്മൾ തന്നെ വിചാരിക്കണം. വേറൊരാൾ വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ നന്നാവില്ല. നമ്മളുടെ ആവശ്യമാണ് ഈ ലോകത്ത് ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് കാണും അല്ലേ. സാമ്പത്തിക പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റു ഫാമിലി പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ കാണും അല്ലേ. ഏതെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ ആരുമില്ല. അതൊന്നും പഠനവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ആ വഴിക്ക് പോകും, അവസാനം ഒന്നുമില്ലാതാവുന്നത് നമുക്കാണ്. നമ്മുടെ ലൈഫ് സെറ്റിലാക്കുന്നതിനായിരിക്കണം ആദ്യം ഒരു മുൻഗണന കൊടുക്കേണ്ടത്. നമ്മുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ചിന്തിച്ചിരിക്കത്തേ ഉള്ളൂ. യാതൊരു വിലയും നമുക്ക് സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. പകരം നമ്മളെ വളരാൻ അനുവദിച്ചാൽ ഒരുപാട് പേര് നമ്മളെ കൂടെ സഹായിക്കാനും ഉണ്ടാവും. വേറൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം, മറ്റുള്ളവർ പറയുന്നത് നിന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്നായിരിക്കും അല്ലേ. പക്ഷേ നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്, നമ്മുടെ മനസ്സിനോടുള്ള കടമയാണ്. നമ്മൾ എന്നൊരു വ്യക്തി നമുക്കെല്ലാം ചെയ്യാൻ കഴിയും, പഠിക്കാൻ കഴിയും, ജോലി വാങ്ങിക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഉഴപ്പിയതൊക്കെ പോവട്ടെ, ഇത്രയും നാൾ മോട്ടിവേഷൻ ഇല്ലാതിരുന്നത് പോവട്ടെ, അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് വരെ എന്തൊക്കെ സംഭവിച്ചോ അതൊന്നും നമുക്കിനി മാറ്റാൻ കഴിയില്ല, അതൊക്കെ അങ്ങോട്ട് കളയുക. പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ പഠിക്കണം, എങ്ങനെ ജോലി വാങ്ങണം, അതൊക്കെ തീരുമാനിക്കേണ്ടതും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചെയ്യേണ്ടത് നമ്മളാണ്. സോ ഇന്ന് തന്നെ തീരുമാനിക്കുക, 2026 ഞാൻ എങ്ങനെ ജോലി വാങ്ങും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ആലോചിക്കുക. എന്ന് കരുതി 2026 തൊട്ട് പഠിക്കാമെന്ന് കരുതരുത്. വീണ്ടും നിങ്ങൾ ഉഴപ്പും. പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക.